ഹലോ, നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്നെ രണ്ട് യുവതികൾ UK NHS ജോലി ചെയ്യുന്ന നേഴ്സസാണ് രണ്ടുപേരും. ഇവർ രണ്ടുപേരും വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നുന്നു. പലർക്കും പ്രയോജനപ്പെടും. അതിലൊരു യുവതി പറഞ്ഞത് അവളുടെ ഹസ്ബൻഡിന് വളരെയധികം ആഗ്രഹമായിരുന്നു UK എത്തണമെന്നുള്ളത്. ഹസ്ബൻഡിൻ്റെ ആഗ്രഹത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് അവൾ IELTS നന്നായിട്ട് പഠിച്ച് പരീക്ഷ പാസ്സായി. അവൾക്ക് NHS തന്നെ ജോലി കിട്ടി. ഇവിടെ എത്തി. വളരെ തിരക്കുള്ള ഒരു വാർഡിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ഈ ജോലിയെല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് 12 മണിക്കൂർ ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അവിടെയൊക്കെ വീട് വൃത്തിയാക്കണം. എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളോ കുറവുകളോ കണ്ടു കഴിഞ്ഞാൽ ഈ ഭാര്യയെ വളരെയധികം മോശമായിട്ട് തെറി വിളിക്കുക, ശാരീരികമായി ഉപദ്രവിക്കുക, മദ്യപാനം, പുകവലി, അങ്ങനെയുള്ള മറ്റു ദുശീലങ്ങൾ വേറെ. അപ്പോൾ ആകെ ഈ പെൺകുട്ടി ആകെ ഡിപ്രസ്ഡായി. വളരെയധികം വിഷമത്തോടു കൂടിയാണ് എന്നെ വിളിച്ചത്. അവൾ പറയുന്നത് അല്പം സ്നേഹം, കുറച്ച് റെസ്പെക്റ്റ്, ഇതൊക്കെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും ഇയാളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നും അവൾക്ക് കിട്ടുന്നില്ല. ജീവിതം തന്നെ മടുത്തു പോയതുപോലെ തോന്നുകയാണ്. 2 കുട്ടികളുണ്ട്. എങ്കിലും ഈ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹസ്ബൻഡിനെ ഒഴിവാക്കാനായിട്ടാണ് ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇയാളുടെ വലിയ ആഗ്രഹമായിരുന്നല്ലോ UK വരിക എന്നുള്ളത്. അതുകൊണ്ട് ഇയാളെ തിരിച്ച് നാട്ടിലോട്ട് പറഞ്ഞു വിടാനും ഈ യുവതിക്ക് വളരെയധികം ബുദ്ധിമുട്ട്. അയാളുടെ മനസ്സ് തകർന്നാലോ എന്നുള്ള വിഷമം. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഈ നിരവധി പീഡനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് വിഷമത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ലേഡീസ് UK നമ്മൾ മലയാളി പുരുഷന്മാർ നാട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ അപ്പനൊക്കെ വീട്ടിൽ കാണിക്കുന്ന, അതായത് ഞാൻ വലിയ ആളാണ്, എൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി നിന്നോളണം, എൻ്റെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കൊള്ളണം എന്നൊക്കെയുള്ള മനോഭാവങ്ങളുമൊക്കെ ആയിട്ട് UK വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നടക്കണമെന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൂടുതലുള്ള ഒരു രാജ്യമാണ്. ഇവിടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് ഈ പറഞ്ഞ കക്ഷിയൊക്കെ പൊക്കിക്കൊണ്ട് പോകും. പിന്നെ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് പോലും എത്താൻ പറ്റാത്ത സാഹചര്യവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. തിരിച്ച് നാട്ടിൽ പോകേണ്ടതായിട്ട് വരും ഈ പെൺകുട്ടി ഹസ്ബൻഡിൻ്റെ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ യുവതി ഇതുപോലെ നാട്ടിൽ ഒരു യുവാവുമായിട്ട് പ്രണയമായിരുന്നു. ഇവളിവിടെ NHS നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇവൾ വിവാഹം കഴിക്കുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരൻ്റെ യഥാർത്ഥ ഉദ്ദേശം അവൾ മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് UK വരണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇവളെ പ്രണയിച്ചത്. അത് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നു. ഇയാൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഇയാളുടെ പീഡനങ്ങൾ താങ്ങാൻ വയ്യാതെ ഈ പെൺകുട്ടി ഇയാളെ ഇനി UK കൊണ്ടുവരണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. അതിന് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിയാനായിട്ടാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരങ്ങൾ കാണിക്കുന്ന കുറേ പുരുഷന്മാരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയും വേണം. എന്നാൽ ഈ പറയുന്ന യുവതികളെ, ഈ പറയുന്ന ഭാര്യമാരെ സ്നേഹിക്കാനായിട്ട്, അവർക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നുമില്ല. റെസ്പെക്റ്റ് കൊടുക്കുക, വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരേപോലെ നിന്ന് ഭാര്യയും ഭർത്താവ് ഒരേപോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ UK ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് മുന്നോട്ട് പോകാം. അല്ലാത്തവർക്ക് UK നിന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകും. ഇങ്ങനെ തിരിച്ചു പോകേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന നിരവധി ചെറുപ്പക്കാരെ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് കൂടെയാണ് പറയുന്നത്, നിങ്ങൾക്ക് തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് വരുത്തുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. തെറ്റുകൾ തിരുത്താനായിട്ടുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ള പ്രവൃത്തികൾ അവസാനിപ്പിക്കുക. ഭാര്യമാരോട് സ്നേഹത്തോടു കൂടി പെരുമാറുക, കുട്ടികളെ സ്നേഹത്തോടു കൂടി നോക്കുക, മദ്യപാനം പരമാവധി ഒഴിവാക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.